चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौर भक्तवृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय। नामश्रेष्ठं मनुमपि शचिपुत्रमत्र स्वरूपं ऋतं रूपं तस्याग्रजमुरुपुरीं माधुरीं गोष्ठवातीं राधाकुण्डं गिरिवरमहो राधिका माधवासां प्राप्तो यस्य प्रथितकृपया श्रीगुरुं तं नतोऽस्मि। जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय ഗൗരഭക്തവൃന്ദ. ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത് ശ്രീ ചൈതന്യ ചരിതാമൃതം മധ്യലീലയിലെ 4-ാമത്തെ അധ്യായത്തിലേക്കാണ്. 4-ാമത്തെ അധ്യായം ശ്രീ മാധവേന്ദ്രപുരിയുടെ ഭക്തിയുത സേവനം. ഇതാണ് 4-ാമത്തെ അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം. അതിൻ്റെ ആമുഖം അല്ലെങ്കിൽ സന്ദർഭം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ശ്രീ ചൈതന്യ മഹാപ്രഭു സന്യാസ സ്വീകാരത്തിന് ശേഷം വൃന്ദാവനത്തിലേക്ക് പുറപ്പെടുവാൻ ശ്രമിക്കുന്നു. ചൈതന്യ മഹാപ്രഭുവിൻ്റെ ശ്രമം വിഫലമാകുന്നു. അങ്ങനെ ചൈതന്യ മഹാപ്രഭുവിനെ കബളിപ്പിച്ച് എന്ന് വേണമെങ്കിൽ പറയാം, നിത്യാനന്ദ പ്രഭുവും മറ്റുള്ളവരും ചേർന്ന് അദ്ദേഹത്തെ ശാന്തിപൂരിലേക്ക് അദ്വൈതാചാര്യൻ്റെ ഗൃഹത്തിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ മഹാപ്രഭു ശചിമാതാവിനെ കണ്ടുമുട്ടുന്നു. ശചിമാതാവിന് ഏറ്റവും കുറവ് വിഷമമുണ്ടാകുന്ന തരത്തിൽ ഒരു പരിഹാരം നിർദ്ദേശിക്കുവാനുള്ള തീരുമാനത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു ജഗന്നാഥപുരിയിൽ സന്യാസാശ്രമ ജീവിതം ജഗന്നാഥപുരിയിൽ കഴിച്ചുകൂട്ടാം എന്നുള്ള തീരുമാനത്തിലേക്ക് വന്നെത്തുന്നത്. അങ്ങനെ അപ്രകാരം ചൈതന്യ മഹാപ്രഭു 4 അനുയായികളെയും കൂട്ടി, അതായത് അദ്വൈതാചാര്യൻ അയച്ച 4 പേരോടൊപ്പം ചൈതന്യ മഹാപ്രഭു ജഗന്നാഥപുരിയിലേക്ക് യാത്ര തുടരുന്നു. അതാണ് സന്ദർഭം. അപ്പോൾ അവർ എപ്രകാരം രേമുന എന്ന് പറയുന്ന, അതായത് ബംഗാളിൻ്റെയും ഒഡീഷയുടെയും അതിർത്തിയായ രമുന എന്ന സ്ഥലത്ത് അവിടെ ക്ഷീർചോർ ഗോപിനാഥ് എന്ന ഒരു ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടെ പോവുകയും അവിടെ വെച്ച് ചൈതന്യ മഹാപ്രഭു തൻ്റെ കൂടെ വന്നിരുന്നവരോടും അവിടെ കൂടിയിരുന്ന മറ്റുള്ളവരോടും എങ്ങനെയാണ് രേമുനയിലെ ഗോപിനാഥ ഭഗവാൻ ക്ഷീരചോര ഗോപിനാഥനായത് എന്ന ചരിത്രം അവർക്ക് വർണ്ണിക്കുകയും ചെയ്യുന്നതാണ് ഈ 4-ാമത്തെ അധ്യായം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആ വർണ്ണനയിലെ പ്രധാനി എന്ന് പറയുന്നത് മാധവേന്ദ്രപുരി എന്ന് പറയുന്ന ഏറ്റവും മികച്ച ഒരു മഹാഭാഗവതൻ, ഭഗവാന്റെ പരിശുദ്ധ ഭക്തൻ, ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഗുരുസ്ഥാനീയനായ ഈശ്വരപുരിയുടെ ആധ്യാത്മിക ഗുരുവാണ് മാധവേന്ദ്രപുരി. മാധവേന്ദ്രപുരി നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. മാധവേന്ദ്രപുരിയാണ് മധ്വ സമ്പ്രദായത്തിൽ നിന്നും മധ്വഗൗഡീയ സമ്പ്രദായത്തിലേക്ക് തിരിഞ്ഞ, ആ മധ്വ സമ്പ്രദായത്തിൽ നിന്നും തിരിഞ്ഞ ശാഖ, പിരിഞ്ഞ ശാഖയല്ല, തിരിഞ്ഞ ശാഖ ആയിട്ട് വരുന്നത് മാധവേന്ദ്രപുരിയാണ്. അപ്പോൾ മാധവേന്ദ്രപുരിയുടെ ഭക്തിയെക്കുറിച്ചിട്ടാണ് ഈ അധ്യായത്തിലെ 213 ശ്ലോകങ്ങളിലൂടെ നമ്മൾ കാണുവാൻ പോകുന്നത്. പ്രകാരം ഒരു ഭക്തന് ഭക്തി എങ്ങനെയെല്ലാം ഉണ്ടാകാമെന്നും അതിനെങ്ങനെയെല്ലാം ഭഗവാൻ പ്രതികരിക്കും എന്നുമുള്ളത് ഏറ്റവും പ്രകടമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ശ്രീല മാധവേന്ദ്രപുരിയുടെ ഈ ചരിത്രത്തിൽ നിന്നാണ്. അതുകൊണ്ട്
ഈ ചരിത്രം നമ്മളെല്ലാം സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്രവും കൂടെയാണ്. കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി ഈ 4-ാമത്തെ അധ്യായം മധ്യലീലയിൽ തുടങ്ങുന്നത് തന്നെ മാധവേന്ദ്രപുരിക്ക് തൻ്റെ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ്. യസ്മൈ ദാതും ചോരയൻ ക്ഷീരഭാണ്ഡം ഗോപിനാഥ ക്ഷീരചോരാധിപോ ഭൂത് ശ്രീഗോപാല പ്രാദുരാസീത് വശസ്സൻ യത് പ്രേംന തം മാധവേന്ദ്രം നതോസ്മി. അതായത് ആർക്ക് വേണ്ടിയിട്ടാണോ ശ്രീ ഗോപിനാഥൻ ക്ഷീരചോരനായത്, ആരുടെ സ്നേഹത്താൽ സംപ്രീതനായതുകൊണ്ടാണോ ശ്രീ ഗോപാല ഭഗവാൻ എല്ലാവരുടെയും മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്, ആ മാധവേന്ദ്രപുരിയെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി 4-ാമത്തെ ഈ അധ്യായം തുടങ്ങുന്നത്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ചൈതന്യ മഹാപ്രഭു പുരിയിലേക്ക് പോയി അവിടെ ജഗന്നാഥ ക്ഷേത്രത്തിൽ മഹാപ്രഭു ജഗന്നാഥ ഭഗവാനെ ദർശിച്ചു. അവിടെ വച്ച് സാർവഭൗമ ഭട്ടാചാര്യനെയും കണ്ടുമുട്ടി. ഈ ലീലകളെല്ലാം വളരെ വിശദമായി വൃന്ദാവൻ ദാസ് ഠാക്കൂറിൻ്റെ ചൈതന്യ ഭാഗവതത്തിൽ നൽകിയിട്ടുണ്ട്. ചൈതന്യ മഹാപ്രഭുവിൻ്റെ ലീലകളെല്ലാം വളരെ വളരെ മധുരമുള്ളതാണ്. പക്ഷേ അത് വൃന്ദാവൻ ദാസ് ഠാക്കൂർ വർണ്ണിക്കുമ്പോൾ അമൃതതുല്യമാകുന്നു എന്ന് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുകയാണ്. സഹജേ വിചിത്ര മധുര ചൈതന്യ വിഹാര വൃന്ദാവൻ ദാസ് മുഖേ അമൃതേർ ധാര. അതായത് ചൈതന്യ മഹാപ്രഭുവിൻ്റെ ലീല തന്നെ അത്രയും മധുരമുള്ളതാണ്. അത് വൃന്ദാവൻ ദാസ് ഠാക്കൂർ പറയുമ്പോൾ അത് അമൃതമായി മാറുന്നു. എപ്രകാരം ശ്രീമദ് ഭാഗവതത്തെക്കുറിച്ച് നമ്മൾ പറയുന്നു, സുഖമുഖാത് അമൃതദ്രവ സംയുതം, അല്ലേ? ശുകൻ്റെ മുഖത്തിലൂടെ വന്നതുകൊണ്ട് അത് അമൃതദ്രവമായി മാറി എന്ന് പറയുന്നത് പോലെ ഇവിടെ ചൈതന്യലീലയുടെ വ്യാസൻ എന്ന് പറയുന്നത് വൃന്ദാവൻ ദാസ് ഠാക്കൂറാണ്. അപ്പോൾ അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിൻ്റെ മധുരം നിറഞ്ഞ ലീലകൾ വർണ്ണിക്കുമ്പോൾ അത് അമൃതതുല്യമാകുന്നു എന്ന് പറയുന്നു. എന്നിട്ട് പറയുകയാണ്, വൃന്ദാവൻ ദാസ് ഠാക്കൂർ വർണ്ണിച്ചതിന് ഞാൻ വീണ്ടും വർണ്ണിക്കുക എന്ന് വെച്ചാൽ അതെൻ്റെ അഹങ്കാരമാകും. മാത്രമല്ല അതിനുള്ള ശക്തി എനിക്കൊട്ടില്ലതാനും. അതുകൊണ്ട് വൃന്ദാവൻ ദാസ് ഠാക്കൂർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ഞാൻ വളരെ സംക്ഷിപ്തമായിട്ടും അദ്ദേഹം പറയാത്ത ചില കാര്യങ്ങളെ ഞാൻ വിശദമായിട്ടും വർണ്ണിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വൃന്ദാവൻ ദാസ് ഠാക്കൂറിന് എൻ്റെ വിനീത നമസ്കാരങ്ങൾ സമർപ്പിക്കുകയാണ്. അദ്ദേഹം എൻ്റെ ഈ പ്രവൃത്തി കൊണ്ടിട്ട് അദ്ദേഹത്തിന് അപരാധമൊന്നും ഉണ്ടാകില്ല. അദ്ദേഹം എന്നെ ഞാൻ ചെയ്യുന്നത് ഒരു അപരാധമായി കണക്കാക്കുകയില്ല എന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി ഈ വർണ്ണനം തുടങ്ങുന്നത്. നമ്മൾ എത്ര തവണ പറഞ്ഞാലും എടുത്തു പറയാതെ ഇരിക്കാൻ വയ്യ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി എന്ന് പറയുന്ന മഹാഭാഗവതൻ്റെ വിനമ്രത. അദ്ദേഹം ഇത് നമ്മൾ പല അധ്യായങ്ങളിലൂടെയും കണ്ടുവരികയാണ്. അദ്ദേഹം വീണ്ടും വീണ്ടും വൃന്ദാവൻ ദാസ് ഠാക്കൂറിനെ പ്രകീർത്തിച്ചുകൊണ്ട് സംസാരിക്കുകയും വീണ്ടും വീണ്ടും തൻ്റെ നിസ്സഹായത വെളിപ്പെടുത്തുകയും, നമ്മളൊക്കെ ആണെങ്കിൽ ഒരു തവണ തന്നെ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ഒരു ദിവസം വിനമ്രത പ്രകടിപ്പിച്ചാൽ പിന്നെ ഒരാഴ്ചത്തേക്ക് വിനമ്രതയെ വേണ്ടെന്ന് കരുതുന്ന നമുക്ക് ഇത് കാണുമ്പോൾ ഇല്ലേ, നമുക്കെല്ലാവർക്കും തോന്നും ഇത്ര വിനമ്രത വേണോ എന്ന് ചിലപ്പോൾ തോന്നിപ്പോകും. പക്ഷേ മഹാഭാഗവതന്മാരുടെ എല്ലാം ഒരു പൊതു സ്വഭാവമാണ് ഇത്. നമ്മൾ ശ്രീല പ്രഭുപാദരെ എടുത്താലും പ്രഭുപാദരെക്കുറിച്ചിട്ട് പ്രഭുപാദരെ അങ്ങ് ഇങ്ങനെ ചെയ്തു, അങ്ങ് അങ്ങനെ ചെയ്തു എന്നെല്ലാം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ പറയാറുണ്ടായിരുന്നു. കാരണം ആദ്യത്തെ 2-2.5 വർഷത്തെ പ്രഭുപാദരുടെ ബുദ്ധിമുട്ടുകൾക്ക് ശേഷം പിന്നീട് കൃഷ്ണാവബോധ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒരു സത്യത്തിൽ ഒരു പൊട്ടിത്തെറിയാണ് സംഭവിച്ചത്. അതായത് ഇതെങ്ങനെയൊക്കെ വളരുന്നു എന്ന് കണ്ടു നിൽക്കുന്നവർക്ക് പോലും ഗണിക്കാൻ പറ്റാത്ത വളർച്ചയായിരുന്നു. അപ്പോഴെല്ലാം ശിഷ്യന്മാരെല്ലാം ഇതിങ്ങനെ കണ്ട് അമ്പരപ്പോട് കൂടിയിട്ട് പ്രഭുപാദരെ കാണുമ്പോൾ പറയും, അങ്ങ് അവിടെ തുടങ്ങി ഇവിടെ തുടങ്ങി, അവിടെ ഇത്ര ഭക്തന്മാർ, അവിടെ അത് ചെയ്യുന്നു, അവിടെ ഇത് ചെയ്യുന്നു, ഇങ്ങനെയെല്ലാം പറയുമ്പോൾ പ്രഭുപാദരെപ്പോഴും തൊഴുതുകൊണ്ട് പറയും, ഇതെല്ലാം എൻ്റെ ഗുരുവിൻ്റെ കാരുണ്യം കൊണ്ടാണ്, അല്ലേ? ഇല്ലാതെ കൊള്ളാം നന്നായി എന്ന് പ്രഭുപാദർ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതാണ് മഹാഭാഗവതൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അവർ ചെയ്യുന്നത് എത്ര വലിയ കാര്യമായിരുന്നാലും അതിന് യാതൊരു പ്രാധാന്യവും കൊടുക്കുകയില്ല. അപ്പോൾ ഇവിടെയും
കൃഷ്ണദാസ കവിരാജ ഗോസ്വാമിയാണ് പ്രഭുപാദനും പിൽക്കാലത്തുള്ള ആചാര്യന്മാരെല്ലാവരും പറയുന്നു ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ജീവചരിത്ര വർണ്ണനയിൽ ഏറ്റവും കൂടുതൽ വിശദമായി അതിനെ വർണ്ണിച്ചിരിക്കുന്നത് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമിയാണ്. പക്ഷെ അദ്ദേഹം എന്താ പറയുന്നത്, എല്ലാം വൃന്ദാവൻ ദാസ് ഠാക്കൂർ വർണ്ണിച്ചു, അദ്ദേഹം പറയാതെ പോയ 1-2 കാര്യങ്ങൾ ഞാൻ ഇവിടെ കുറച്ച് പറയാം, ബാക്കിയുള്ളതെല്ലാം ഞാൻ സംക്ഷിപ്തമായിട്ട് പറയാം. ഈ ചൈതന്യ ചരിതാമൃതത്തിൽ ഉടനീളം നമുക്ക് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമിയുടെ ഈ വിനമ്രത, അത് യഥാർത്ഥത്തിൽ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ലീലാവർണ്ണനത്തിൻ്റെ മാധുര്യം കൂട്ടുന്ന രീതിയിലാണ് ഇവിടെ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമിയുടെ വിനമ്രതയെയും നമ്മൾ കാണുന്നത്. അപ്രകാരം കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി വർണ്ണിക്കുകയാണ്, 4 ഭക്തന്മാരോടൊപ്പം ചൈതന്യ മഹാപ്രഭു ജഗന്നാഥപുരിയിലേക്ക് പ്രസ്ഥാനം ചെയ്തു. ഓരോ ദിവസവും മഹാപ്രഭു ഓരോ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുകയും അവിടെ പോയി ഭിക്ഷ സ്വീകരിക്കുകയും അതിനുശേഷം ആ ഭിക്ഷ സ്വീകരിച്ച ധാന്യങ്ങളെല്ലാം ഇവർ എല്ലാവരും ചേർന്ന് ഭക്ഷണമാക്കി ആ പ്രസാദം സ്വീകരിക്കുകയും അങ്ങനെ വഴിയിലുടനീളം ഇവർ ഈ ചുങ്കം നികുതി പണം ഈടാക്കുന്ന അനേകം സർക്കാർ ജീവനക്കാരെ കണ്ടുമുട്ടി. പക്ഷേ അവരാരും ചൈതന്യ മഹാപ്രഭുവിൻ്റെ വഴി തടഞ്ഞില്ല. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ആ സമയത്ത് ഭരിച്ചുകൊണ്ടിരുന്നവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനും വരുന്നതിനുമെല്ലാം കരം ഈടാക്കിയിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ചൈതന്യ മഹാപ്രഭു അദ്ദേഹം ഭഗവാനാണ്, അദ്ദേഹത്തിൻ്റെ ഈ യാത്രയിൽ അദ്ദേഹത്തെ ആരും വഴി തടഞ്ഞില്ല എന്ന് പറയുന്നു. അപ്രകാരം മഹാപ്രഭു രേമുന എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അവിടെ ഗോപിനാഥ ക്ഷേത്രത്തിൽ മഹാപ്രഭു ദർശനം നടത്തിയപ്പോൾ ഭഗവാൻ ഗോപിനാഥൻ്റെ തലയിൽ വച്ചിരുന്ന പുഷ്പചൂടം അത് ചൈതന്യ മഹാപ്രഭുവിൻ്റെ തലയിൽ വന്ന് പതിച്ചു. ഇത് കണ്ടു നിൽക്കുന്നവർക്കെല്ലാം വളരെ ആശ്ചര്യകരമായിട്ട് തോന്നി. അപ്പോൾ ചൈതന്യ മഹാപ്രഭു അവിടെ ഭഗവത് വിഗ്രഹത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഭക്തന്മാരോടൊപ്പം ആനന്ദത്തിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചുകൊണ്ട് അവരെല്ലാവരും നൃത്തം ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഭഗവത് വിഗ്രഹത്തെ അവിടെ ആരാധിച്ചു കൊണ്ടിരുന്ന ആ പൂജാരിമാർക്കെല്ലാം തോന്നി, ഇത് നമ്മൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഭഗവാന്റെ തന്നെ രൂപമാണല്ലോ നമ്മളിവിടെ കാണുന്നത് എന്നും അങ്ങനെ അവരെല്ലാം ആശ്ചര്യചകിതരായി. അവർക്ക് മഹാപ്രഭുവിനോട് എന്തെന്നില്ലാത്തൊരു സ്നേഹം തോന്നുകയും അവർ അത് ആ സ്നേഹത്തോടു കൂടി മഹാപ്രഭുവിനെ സേവിക്കുകയും ചെയ്തു. അങ്ങനെ ആ രാത്രി മഹാപ്രഭു ആ ഗോപിനാഥ ക്ഷേത്രത്തിലാണ് കഴിഞ്ഞ് കൂടിയത്. അപ്പോൾ മഹാപ്രഭു വൈകിട്ടായപ്പോൾ തന്നെ മഹാപ്രഭുവിന് വളരെയധികം ആകാംക്ഷയോട് കൂടിയിട്ട് മഹാപ്രഭു വളരെ ആനന്ദത്തോടു കൂടിയുള്ള ആകാംക്ഷയോട് കൂടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? കാരണം അദ്ദേഹത്തിന് അറിയാം അവിടെ ഭഗവാന് ഗോപിനാഥ ക്ഷേത്രത്തിൽ ഭഗവാന് രാത്രി നിവേദിക്കുന്ന ആ ക്ഷീര എന്ന് പറഞ്ഞാൽ പാൽപ്പായസം. അപ്പോൾ ആ ക്ഷീരത്തെക്കുറിച്ചിട്ട് അദ്ദേഹം തൻ്റെ ഗുരുനാഥനായ ഈശ്വരപുരിയിൽ നിന്നും അറിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു ക്ഷീരമുണ്ട്, അത് രേമുനയിലെ ഗോപിനാഥ ക്ഷേത്രത്തിൽ ഉള്ളതാണ്, അത് വളരെ വിശിഷ്ടമാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഈശ്വരപുരിയിൽ നിന്നും അറിഞ്ഞിട്ടുള്ളതിനാൽ ചൈതന്യ മഹാപ്രഭു ആ ക്ഷീരം സേവിക്കുവാനായിട്ട് വളരെ ഉത്സുകനായി അവിടെ സമയം കഴിച്ചു കൂട്ടുകയാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം അവിടെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞു, എങ്ങനെയാണ് ഈ ഗോപിനാഥ ഭഗവാന് ഇവിടെയുള്ള ഈ വിഗ്രഹത്തിന് ക്ഷീർച്ചോർ ഗോപിനാഥ് എന്ന പേര്, അതായത് ക്ഷീരം മോഷ്ടിച്ച ഭഗവാൻ എന്നാണ് ആ അവിടുത്തെ രേമുന ക്ഷേത്രത്തെ ഇന്നും അറിയപ്പെടുന്ന ക്ഷീർച്ചോർ ഗോപിനാഥ് മന്ദിർ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ക്ഷീരം പാൽപ്പായസം മോഷ്ടിച്ച ഗോപിനാഥൻ്റെ ക്ഷേത്രം എന്നാണ് അതിൻ്റെ അർത്ഥം. മഹാപ്രഭു പറയുകയാണ്, ഒരിക്കൽ ശ്രീ മാധവേന്ദ്രപുരി വൃന്ദാവനത്തിലേക്ക് പ്രസ്ഥാനം ചെയ്യുകയായിരുന്നു. വൃന്ദാവനത്തിലേക്ക് പോകുന്ന വഴിക്ക് അദ്ദേഹം ഗോവർദ്ധന പർവ്വതത്തിൻ്റെ അവിടെ വന്നെത്തി. അവിടെ അദ്ദേഹം ഗോവർദ്ധന പർവ്വതത്തെ കണ്ട ഉടനെ തന്നെ അദ്ദേഹം ആനന്ദാതിരേകം മൂലം അദ്ദേഹം ചിരിക്കുകയും കരയുകയും അട്ടഹസിക്കുകയും നൃത്തം ചെയ്യുകയും നിൽക്കുന്നു, വീഴുന്നു, രാത്രിയാണോ പകലാണോ എന്ന് പോലും തിരിച്ചറിയുന്നില്ല. അങ്ങനെ ഗോവർദ്ധന പർവ്വതത്തെ അദ്ദേഹം പ്രദക്ഷിണം വലം വയ്ക്കുന്നു. അതിനുശേഷം ഒരു മരത്തിൻ്റെ കീഴിൽ അദ്ദേഹം വന്നിരുന്ന്
അദ്ദേഹം വിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും സന്ധ്യ കഴിഞ്ഞിരുന്നു. അങ്ങനെ അദ്ദേഹം ആ മരത്തിൻ്റെ അടിയിൽ ഇരിക്കുമ്പോൾ അവിടെ ഒരു ഗോപബാലൻ വന്നെത്തി. എന്നിട്ട്, അല്ലയോ മാധവേന്ദ്രപുരി, ഭക്ഷണമൊന്നും കഴിക്കാതെ ഇവിടെ ഇരിക്കുകയാണല്ലേ, എന്നാ ഞാൻ കുറച്ച് പാല് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങേക്ക് ഇവിടെ ആരുടെ അടുത്തെങ്കിലും ഭിക്ഷ സ്വീകരിച്ചുകൂടെ? എന്തുകൊണ്ടാണ്, എന്ത് തപസ്യയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ധ്യാനമാണ് അങ്ങ് ഏർപ്പെട്ടിരിക്കുന്നത് എന്നെല്ലാം ഈ ചെറിയ ഗോപബാലൻ മാധവേന്ദ്രപുരിയോട് ചോദിക്കുകയാണ്. മാധവേന്ദ്രപുരിക്ക് വളരെ ആശ്ചര്യം തോന്നി. മാത്രമല്ല, വളരെ സുന്ദരനായ ഗോപബാലൻ. ഈ ഗോപബാലനെ കണ്ട ഉടൻ തന്നെ സത്യം പറഞ്ഞാൽ അവൻ്റെ സൗന്ദര്യവും അവൻ്റെ സംസാരവും എല്ലാം കേട്ടപ്പോൾ തന്നെ മാധവേന്ദ്രപുരിയുടെ ക്ഷീണവും അദ്ദേഹത്തിന് തോന്നിയിരുന്ന വിശപ്പും ദാഹവും എല്ലാം ഇല്ലാതായി. അപ്പോൾ മാധവേന്ദ്രപുരി ഈ ബാലനോട് ചോദിക്കുകയാണ്, നീ ആരാണ്? നീ എവിടെ നിന്നാണ് വരുന്നത്? നിൻ്റെ വീട് എവിടെയാണ്? ഞാൻ രാവിലെ മുതൽ ഉപവസിക്കുകയാണെന്ന് നീ എങ്ങനെ അറിഞ്ഞു? അപ്പോൾ ആ പയ്യൻ പറയുകയാണ്, ഞാനൊരു ഗോപനാണ്, ഇവിടെ അടുത്തുള്ള ഗ്രാമത്തിലാണ് ഞാൻ താമസിക്കുന്നത്. ഈ ഭാഗത്ത് ആരും ഉപവസിക്കാൻ പാടില്ല. അങ്ങനെ ഉപവാസത്തിൽ ഏർപ്പെടുന്നവർക്ക് ഏത് വീട്ടിൽ പോയും ഭിക്ഷ ചോദിക്കാം, അത് കിട്ടും. അതുപയോഗിച്ച് അവർക്ക് അവരുടെ ഉപവാസം വീടാം. മാത്രമല്ല, ചിലർക്ക് അങ്ങനെ ധാന്യമായിട്ടോ പഴങ്ങളായിട്ടോ ഭക്ഷിക്കാത്തവർക്ക് പാലും നമ്മൾ നൽകാറുണ്ട്. മാത്രമല്ല, ഇങ്ങനെ ആരെങ്കിലും ചോദിക്കാതെ ഉപവസിക്കുന്നവരുണ്ടെങ്കിൽ പൊതുവെ ഞാൻ അവർക്ക് കഴിക്കാനുള്ളതെല്ലാം കൊണ്ടു കൊടുക്കാറാണ് പതിവ്. അപ്പോൾ ഇവിടെ വെള്ളം കോരാൻ വന്ന കുറേ സ്ത്രീകൾ താങ്കൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ അവർ ഗ്രാമത്തിലേക്ക് വന്നിട്ടാണ് ഈ പാൽ എൻ്റെ കയ്യിൽ തന്നയച്ചത് അങ്ങേക്ക് കൊടുക്കുവാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാനിതാ ഈ പാല് തന്നെ, എനിക്ക് പോയിട്ട് ഇനിയും പശുവിനെ കറക്കാനും ബാക്കി ജോലികളെല്ലാം ഉണ്ട്. അതുകൊണ്ട് പാല് കുടിച്ചിട്ട് പാത്രം ഇവിടെ വച്ചിരുന്നാൽ മതി, ഞാൻ വന്ന് ഈ പാൽപാത്രം കൊണ്ടുപോയിക്കൊള്ളാം എന്ന് പറഞ്ഞ് ആ ബാലൻ അവിടെ നിന്നും പോയി. അപ്പോൾ മാധവേന്ദ്രപുരി പാല് കുടിച്ചു. അതിനുശേഷം ആ പാത്രം കഴുകി വെച്ചു. എന്നിട്ട് അദ്ദേഹത്തിന് ഉറക്കമേ വരുന്നില്ല. കാരണം ഈ ബാലൻ വന്ന് പാൽപാത്രം കൊണ്ടുപോകുമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവൻ വരും എന്ന് മാധവേന്ദ്രപുരി രാത്രി മുഴുവൻ കാത്തിരുന്നു. ഏകദേശം പുലർച്ചെയാകാറാകുന്ന സമയത്താണ് അദ്ദേഹം ഒരല്പം, അതായത് അദ്ദേഹം ഒന്ന് ചെറിയ ഒരു ഉറക്കം, ഒരു മയക്കത്തിലേക്ക് നീങ്ങി. അപ്പോൾ ആ സമയത്ത് മാധവേന്ദ്രപുരിയുടെ സ്വപ്നത്തിൽ ഭഗവാൻ ശ്രീ ഗോപാലനായിട്ട് പുരിയുടെ സ്വപ്നത്തിൽ വന്നു. അപ്പോൾ അവിടെ മാധവേന്ദ്രപുരി കണ്ടത് തനിക്ക് പാല് കൊണ്ടുവന്ന് തന്ന അതേ ബാലനാണ് ഇതാ ഗോപാലനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ സ്വപ്നത്തിൽ ആ ബാലൻ മാധവേന്ദ്രപുരിയുടെ കൈ പിടിച്ച് നടത്തിക്കൊണ്ട് പോയി ഒരു കുറ്റിക്കാട്ടിലേക്ക് നടന്നു പോവുകയാണ്. എന്നിട്ട് ആ ബാലൻ മാധവേന്ദ്രപുരിയോട് പറയുന്നു, ഞാൻ ഈ കുറ്റിക്കാട്ടിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ മഴ, വെയിൽ, തണുപ്പ്, ചൂട്, കാറ്റ് എല്ലാം കൊണ്ട് ഞാൻ വലഞ്ഞിരിക്കുകയാണ്. നാളെ രാവിലെ നിങ്ങൾ ഗ്രാമത്തിലുള്ളവരെല്ലാം വിളിച്ചുകൊണ്ട് വന്ന് ഈ കുറ്റിക്കാടെല്ലാം വെട്ടി മാറ്റി എന്നെ പുറത്തെടുക്കണം. എന്നിട്ട് മലയ്ക്ക് മുകളിൽ എന്നെ അവിടെ കുടിയിരുത്തണം എന്ന് പറയും. എന്നിട്ട് പറയും, ഞാൻ എൻ്റെ ശരീരം ഭയങ്കര ചൂടായിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് ധാരാളം ജലം കൊണ്ടിട്ട് എന്നെ കുളിപ്പിക്കണം. മാത്രമല്ല, എത്രയോ കാലങ്ങളായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്, എപ്പോഴായിരിക്കും മാധവേന്ദ്രപുരി ഒന്ന് വരിക, എന്നെ സേവിക്കുക എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങേക്ക് എന്നോട് അത്രമാത്രം പ്രേമഭക്തി ഉള്ളതുകൊണ്ടാണ് അങ്ങയുടെ സേവനം സ്വീകരിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. എൻ്റെ പേര് ഗോപാലൻ എന്നാണ്. ഞാനാണ് ഗോവർദ്ധന പർവ്വതത്തെ ഒരു വിരലിൽ ഉയർത്തിയത്. എന്നെ ഇവിടെ സ്ഥാപിച്ചത് വജ്രനാഭനാണ്. ഇവിടെ ഞാനാണ് ഇവിടുത്തെ സ്വാമി, ഇവിടുത്തെ ഈശ്വരൻ. പിൽക്കാലത്ത് മുസ്ലിമുകൾ ഇവിടെ ആക്രമിച്ചപ്പോൾ എൻ്റെ പൂജാരിയായിരുന്ന വ്യക്തി എന്നെ ഈ കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ചിട്ട് അയാൾ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ വന്നിരിക്കുന്നു, വളരെ നന്നായി. അപ്പോൾ ഞാനീ പറയുന്നതെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞു. ബാലൻ സ്വപ്നത്തിൽ നിന്നും അന്തർധാനം ചെയ്തു. മാധവേന്ദ്രപുരി വളരെയധികം നേരം അദ്ദേഹം വിലപിച്ചു. ഭഗവാൻ സ്വയം എൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് എനിക്ക് പാല് തന്നിട്ട് പോലും എനിക്ക് ആ ഭഗവാനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ എന്ന്
ആനന്ദ അതിരേകത്തിൽ മാധവേന്ദ്രപുരി വളരെ നേരം വിലപിച്ചു. പിന്നീട് അദ്ദേഹം തൻ്റെ മനസ്സിനെ തൻ്റെ ഭഗവാനായ ഗോപാലൻ നൽകിയ ആജ്ഞയിൽ ഉറപ്പിച്ചുകൊണ്ട് അദ്ദേഹം സമാധാനപ്പെട്ടു. അങ്ങനെ രാവിലെ തൻ്റെ കുളിയും ജപവുമെല്ലാം കഴിഞ്ഞ് അദ്ദേഹം ഗ്രാമത്തിലുള്ള ജനങ്ങളെല്ലാം കൂട്ടിയിട്ട് പറഞ്ഞു, ഈ ഗ്രാമത്തിൻ്റെ നാഥനായ ഗോവർദ്ധൻധാരി ഗോപാലൻ ഇവിടെ ഒരു കുറ്റിക്കാട്ടിൽ മറഞ്ഞിരിപ്പുണ്ട്, നമുക്ക് പോയി അദ്ദേഹത്തെ പുറത്തെടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും കിളയ്ക്കാനുള്ള തൂമ്പയും വെട്ടാനുള്ള വെട്ടുകത്തിയും എല്ലാം എടുത്തുകൊണ്ട് മാധവേന്ദ്രപുരിയുടെ കൂടെ പോയി അവിടെ കുറ്റിക്കാടെല്ലാം വെട്ടിത്തെളിച്ചു. അപ്പോൾ അവിടെ മണ്ണിനടിയിൽ ഒരു ഭഗവത് വിഗ്രഹം ഇരിക്കുന്നത് അവർ കണ്ടു. അങ്ങനെ അവരിൽ ബലവാന്മാരായിട്ടുള്ളവർ വിഗ്രഹത്തെ ചുമന്നുകൊണ്ടുവന്നു. അവസാനം വിഗ്രഹത്തെ നല്ല രീതിയിൽ വൃത്തിയാക്കി അവിടെ മലയ്ക്ക് മുകളിൽ വലിയ ഒരു കല്ല് പാകിയതിന് ശേഷം അതിനെ ഒരു സിംഹാസനം പോലെ അവിടെ പാകി അതിൻ്റെ മുകളിൽ ഭഗവത് വിഗ്രഹത്തെ കുടിയിരുത്തി. മറ്റൊരു വലിയ കല്ല് ആ വിഗ്രഹത്തിന് പുറകിൽ വച്ചു, വിഗ്രഹത്തെ നേരെ നിർത്തുവാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ആ ഗ്രാമത്തിലുണ്ടായിരുന്ന ബ്രാഹ്മണരായിട്ടുള്ള പൂജാരിമാരെല്ലാവരും അവിടെ ഒത്തുചേർന്ന് അവരെല്ലാവരും ചേർന്ന് 900 കുടം ജലം ഗോവിന്ദകുണ്ടിൽ നിന്നും കോരിക്കൊണ്ടുവന്നു. അതിനുശേഷം പാല്, തൈര്, നെയ്യ് എന്നിവയെല്ലാം ഭഗവാന് വേണ്ടിയിട്ട് അവിടെ കൊണ്ടുവരപ്പെട്ടു. ആ ഗ്രാമത്തിലുള്ള ബ്രാഹ്മണരെല്ലാവരും ചേർന്ന് അവരുടെ ബ്രാഹ്മണ പത്നിമാരും മറ്റുള്ളവരുമെല്ലാം ചേർന്ന് ഭഗവാന് വേണ്ടിയിട്ട് അനേകം നിവേദ്യങ്ങൾ കൊണ്ടുവന്നു. അങ്ങനെ അതിനുശേഷം ഇതെല്ലാം അവിടെ തയ്യാറാക്കി വച്ച ശേഷമാണ് മാധവേന്ദ്രപുരി അഭിഷേകം തുടങ്ങുന്നത്. ആദ്യം അതിനു വേണ്ടിയിട്ടുള്ള മന്ത്രോച്ചാരണങ്ങളെല്ലാം മാധവേന്ദ്രപുരി നടത്തിയതിന് ശേഷം ആദ്യം ഭഗവത് വിഗ്രഹത്തെ ധാരാളം വിവിധ തരത്തിലുള്ള സുഗന്ധ എണ്ണകൾ കൊണ്ട് ഭഗവാന്റെ ശരീരത്തെയെല്ലാം തിരുമിയതിന് ശേഷം പഞ്ചഗവ്യം, പഞ്ചാമൃതം എന്നിവ കൊണ്ടുള്ള അഭിഷേകം, അതിനുശേഷം മഹാസ്നാനം, വെള്ളവും നെയ്യും കലർത്തിയിട്ടുള്ള അഭിഷേകം, അതിനുശേഷം വീണ്ടും ഭഗവത് വിഗ്രഹത്തെ സുഗന്ധദ്രവ്യങ്ങൾ, വ്യഞ്ജനങ്ങൾ കൊണ്ടിട്ട് ഭഗവത് വിഗ്രഹത്തെ വീണ്ടും ഒന്നുകൂടെ നല്ല രീതിയിൽ ലേപനം ചെയ്തതിന് ശേഷം ശംഖിൽ നിന്നും ജലമൊഴിച്ച് വീണ്ടും ഭഗവാനെ ഒന്നുകൂടെ അഭിഷേകം ചെയ്യുന്നു. അതിനുശേഷം ഇതെല്ലാം വൃത്തിയാക്കി ഭഗവാനെ പുതുവസ്ത്രങ്ങൾ ധരിപ്പിച്ച ശേഷം ഭഗവാന് അരച്ച ചന്ദനവും തുളസിമാലയും ചാർത്തുന്നു. അതിനുശേഷം മറ്റുള്ള പൂക്കളെല്ലാം ഭഗവാന് ചാർത്തുകയുണ്ടായി. അതിനുശേഷം ആരതി മാധവേന്ദ്രപുരി തന്നെ നടത്തുകയാണ്. ആചമനവും താമ്പൂലവും ഭോഗാരതിയും നേർന്നു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ആ ഗ്രാമത്തിലുണ്ടായിരുന്നവരെല്ലാവരും തങ്ങളുടെ വീടുകളിലുണ്ടായിരുന്ന എത്ര അരി ഉണ്ടായിരുന്നു അത് മുഴുവനും കൊണ്ടുവന്നു, എത്ര പരിപ്പുണ്ടായിരുന്നു അത് മുഴുവൻ കൊണ്ടുവന്നു, അവരുടെ കയ്യിലുണ്ടായിരുന്ന അവരുടെ വീടുകളുണ്ടായിരുന്ന ഗോതമ്പ് പൊടി മുഴുവൻ കൊണ്ടുവന്നു. അങ്ങനെ ആ ഗോവർദ്ധന പർവ്വതത്തിന് മുകളിൽ മുഴുവൻ ഈ ഭക്ഷണ സാധനങ്ങളായിരുന്നു. അതിനുശേഷം കൊശവന്മാർ അവരുണ്ടാക്കി കൊണ്ടുവന്ന എല്ലാ കലങ്ങളും അവിടെ കൊണ്ടുവന്നു. അങ്ങനെ രാവിലെ അവിടെ വലിയ രീതിയിൽ ഈ വീണ്ടും അന്നക്കൂട്ട മഹോത്സവം നടത്തുവാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുകയാണ്. അപ്പോൾ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുന്നു, 10 ബ്രാഹ്മണർ വിവിധ തരത്തിലുള്ള ധാന്യങ്ങൾ പാകം ചെയ്യുകയാണ്. 5 ബ്രാഹ്മണർ പല വിധത്തിലുള്ള കറിവകകൾ, ചീരയുടെയും മറ്റുള്ള കിഴങ്ങുകളുടെയും പഴങ്ങളുടെയും പച്ചക്കറികളുടെയും, ചിലർ വടകൾ ഉണ്ടാക്കുന്നു, മറ്റ് ചിലർ 7-8 പേർ ചേർന്ന് ചപ്പാത്തികൾ ഉണ്ടാക്കുന്നു. ഇതെല്ലാം നെയ്യിലാണ് ഉണ്ടാക്കിയത്. ഇതെല്ലാം ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല, കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറഞ്ഞിരിക്കുന്ന വർണ്ണനകളാണ്. എപ്രകാരം ഞാൻ നേരത്തെയും പറയാറുള്ളൊരു കാര്യമാണ്, ചൈതന്യ ചരിതാമൃതത്തിലെ വർണ്ണനകളെല്ലാം വളരെ രസകരമാണ്. എന്തുകൊണ്ടെന്നാൽ ഇതുപോലെയുള്ള ഭഗവത് നിവേദ്യങ്ങളെക്കുറിച്ചിട്ട് ഇത്രയും അധികം വർണ്ണനകളുള്ള മറ്റേതെങ്കിലും ഗ്രന്ഥമുണ്ടോ എന്ന് എനിക്ക് മറ്റേതെങ്കിലും ഒരു ഗ്രന്ഥമുള്ളതായിട്ട് അറിയില്ല. പക്ഷേ ഇവിടെ എങ്ങനെ, അതായത് എപ്രകാരമെല്ലാമാണ് ഭഗവാന് ഈ സ്നേഹത്തോടു കൂടിയിട്ട് ഒരു ഗ്രാമം മുഴുവനും ചേർന്ന് വന്ന് അവിടെ വീണ്ടും ആ അന്നക്കൂട്ട മഹോത്സവം. അപ്പോൾ അവിടെ കൂടിയിരിക്കുന്നവരെല്ലാം സ്മരിക്കുകയാണ്, ആദ്യം അന്നക്കൂട്ട മഹോത്സവം നടത്തിയത് ഭഗവാൻ സ്വയം ശ്രീകൃഷ്ണനാണ് നന്ദഗോപരോട് പറഞ്ഞ് നടത്തിയത്. ഇപ്പോൾ ഇതാ മാധവേന്ദ്രപുരിയുടെ നേതൃത്വത്തിൽ പുതിയ ഒരു അന്നക്കൂട മഹോത്സവം നടക്കുകയാണ്. ഇതെല്ലാം പാകം ചെയ്തതിന് ശേഷം പ്ലാശമരത്തിൻ്റെ ഇലകളെല്ലാം കൂടെ ചേർത്ത് വിരിച്ചതിന് ശേഷം അതിലാണ്
ഈ നിവേദ്യങ്ങളെല്ലാം ഭഗവാന് മുന്നിൽ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ മാധവേന്ദ്രപുരിക്ക് കാണുവാൻ കഴിഞ്ഞു, യദ്യപി ഗോപാല സഭ അന്നവ്യഞ്ജന ഖൈല താണ്ഡ്രഹസ്ത സ്പർശേ പുന തേമാനി ഹൈല. അതായത് മാധവേന്ദ്രപുരി കാണുകയാണ്. കാരണം മാധവേന്ദ്രപുരിയോട് ഭഗവാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ വളരെ കാലമായിട്ട് ഇവിടെ വളരെ ബുദ്ധിമുട്ടിയാണ് കഴിയുന്നത്. അപ്പോൾ ഭഗവാന് നിവേദ്യം കിട്ടിയിട്ട് കാലങ്ങളായി. അപ്പോൾ മാധവേന്ദ്രപുരി വളരെ സ്നേഹത്തോടുകൂടി ഭഗവാനെ നോക്കിയിരിക്കുകയാണ്. മാധവേന്ദ്രപുരിക്ക് കാണാൻ കഴിയുന്നുണ്ട് ഭഗവാൻ ആ പ്രസാദം മുഴുവൻ സ്വീകരിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ആ മുന്നിൽ വച്ചിരിക്കുന്ന നിവേദ്യമൊന്നും ഒട്ടും കുറഞ്ഞിട്ടുമില്ല. പക്ഷേ മാധവേന്ദ്രപുരിക്ക് കാണുവാൻ കഴിഞ്ഞു അത്രേ ഭഗവാൻ ആ നിവേദ്യമെല്ലാം ഭക്ഷിക്കുന്നത് അദ്ദേഹത്തിന് മാത്രം കാണുവാൻ കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഭക്തന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളത് മാധവേന്ദ്രപുരി തന്നെയാണ്. അപ്പോൾ മാധവേന്ദ്രപുരിയെപ്പോലെ നമുക്ക് ഭക്തിയുണ്ടെങ്കിൽ നമ്മൾ നിവേദിക്കുന്നത് ഭഗവാൻ എപ്രകാരം സ്വീകരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അതേസമയം ഭഗവാൻ സ്വീകരിക്കുന്നത് നമുക്ക് കാണാം, നമ്മൾ നിവേദിക്കുന്നത് കുറയാതിരിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതെല്ലാം ശുദ്ധഭക്തൻ്റെ കണ്ണുകൾക്ക് മാത്രം ഗോചരമാകുന്ന ഏറ്റവും അത്ഭുതകരമായ ദൃശ്യങ്ങളാണ് എന്നും കൂടെ നമ്മൾ ഈ സമയത്ത് ഓർക്കുകയാണ്. ശ്രീല പ്രഭുപാദർ പറയുന്നു, എപ്പോഴാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം അതീന്ദ്രിയമായ സേവനത്തിലൂടെ ശുദ്ധീകരിക്കപ്പെടുന്നത്, അപ്പോൾ മാത്രമേ നമുക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ നാമരൂപ ഗുണലീലാദി വർണ്ണനകളെക്കുറിച്ചിട്ട് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ എന്ന്. അതുകൊണ്ട് അങ്ങനെ മാധവേന്ദ്രപുരിക്ക് മാത്രം മനസ്സിലായി. അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് ഈ ഗോപാൽജി വിഗ്രഹത്തെ മാധവേന്ദ്രപുരി അവിടെ സ്ഥാപിക്കുകയാണ്. ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലാക്കാൻ പറ്റിയില്ല, മാധവേന്ദ്രപുരിക്ക് മാത്രം മനസ്സിലായി. എന്താണ്? ഭഗവാൻ തീരുമാനിച്ചു, എന്നെ ഇവിടെ കൊണ്ടുവന്നു, എന്നെക്കൊണ്ട് ഇത് മുഴുവൻ ചെയ്യിച്ചു. അപ്പോൾ എപ്രകാരം ഒരു ഭക്തൻ ഭഗവാന്റെ കയ്യിലെ കളിപ്പാട്ടമായി നിന്നു കൊടുക്കുന്നുവോ അപ്രകാരം ആ ഭക്തനെ കൊണ്ട് ഭഗവാൻ ഏറ്റവും വലിയ വലിയ കാര്യങ്ങൾ വരെ ചെയ്യിക്കും. മാധവേന്ദ്രപുരിയുടെ ഉദാഹരണം, ശ്രീല പ്രഭുപാദരുടെ ഉദാഹരണം, ഇങ്ങനെ നമ്മുടെ മുന്നിൽ അനേകം ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ ഉണ്ട്. അതിനുശേഷം മാധവേന്ദ്രപുരി ഭഗവത് വിഗ്രഹത്തിന് ആചമനവും താമ്പൂലവുമെല്ലാം നൽകിയ ശേഷം ഭഗവാനെ വിശ്രമിക്കാനായിട്ട് അവിടെ തന്നെ ഒരു പുതിയ കട്ടിൽ കൊണ്ടുവന്നു, അതിൽ വിരിച്ചു. അതിനുശേഷം അതിന് ഒരു ചെറിയ കുടിൽ പോലെ അതിൻ്റെ ചുറ്റും ചെയ്തു. എന്നിട്ട് ബ്രാഹ്മണരോട് പറഞ്ഞു, അവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും പ്രസാദം വിളമ്പുവാൻ പറഞ്ഞു മാധവേന്ദ്രപുരി. അങ്ങനെ ഗോവർദ്ധനത്തിലുണ്ടായിരുന്ന ആ ഒരു ഗ്രാമത്തിൽ മാത്രമല്ല, അതിൻ്റെ ചുറ്റിലുമുള്ള ഗ്രാമത്തിൽ നിന്നും വന്നവർക്കും എല്ലാവർക്കും വളരെ സുഭിക്ഷമായിട്ട് ഭഗവത് പ്രസാദത്തിൻ്റെ വലിയ സദ്യ അവിടെ നടക്കുകയാണ്. അപ്പോൾ അന്നക്കൂട്ടം മഹോത്സവം അവരെല്ലാവരും കാണുന്നു. അപ്പോൾ അതിൽ നിന്നും അത്രയും അധികം ഭഗവത് പ്രസാദം എല്ലാവരും അത് സ്വീകരിക്കുകയാണ്. എന്നിട്ട് മാധവേന്ദ്രപുരി അവിടെ ഉണ്ടായിരുന്ന ബ്രാഹ്മണന്മാരൊക്കെ എല്ലാവർക്കും വൈഷ്ണവ ദീക്ഷ നൽകി. എന്നിട്ട് അവരെ എല്ലാവരെയും വിവിധ തരത്തിലുള്ള സേവനത്തിൽ ഏർപ്പെടുവാൻ വേണ്ടിയിട്ട് ഏർപ്പാടാക്കി. അതിനുശേഷം മാധവേന്ദ്രപുരി പറയുകയാണ്, ഈ ബ്രാഹ്മണനോട് പറയുന്നു, ഇനി നിങ്ങൾ വേണം ഭഗവാനെ നോക്കി നടത്തുവാനായിട്ട്. അന്ന് ഇത്രയും പേർക്ക് ഇത്രയും പ്രസാദമെല്ലാം കൊടുത്തു. എല്ലാം കഴിഞ്ഞിട്ട് മാധവേന്ദ്രപുരി മാത്രം ആ ദിവസം മുഴുവനും അദ്ദേഹം ഉപവസിക്കുകയും രാത്രിയിൽ ഭഗവാന്റെ ശയനാരതിക്ക് ശേഷം അദ്ദേഹം ഒരല്പം പാല് കൊണ്ടുണ്ടാക്കിയ ഒരു പലഹാരം മാത്രം സ്വീകരിച്ചു എന്ന് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുന്നു. അടുത്ത ദിവസം രാവിലെ വീണ്ടും മറ്റൊരു ഗ്രാമത്തിൽ നിന്നുമുള്ള ആളുകൾ വന്നു. ഇതുപോലെ തന്നെയുള്ള വീണ്ടും ഒരു അന്നകൂട ഉത്സവം കൂടെ അവർ നടത്തി. ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്, കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളും എന്ന് വെച്ചാൽ അന്നം, ഘൃതം, ദധി, ദുഗ്ധം. പ്രഭുപാദ് പറയുകയാണ്, അതായത് ഭഗവാന് നിവേദിക്കാൻ വേണ്ടുന്നത് എന്തൊക്കെയാണ്? അന്നം, ധാന്യം, ഘൃതം, നെയ്യ്, ദധി, തൈര്, ദുഗ്ധം, പാൽ. പ്രഭുപാദർ പറയുന്നു, ഇതായിരിക്കണം നമ്മൾ ഭഗവാന് നിവേദിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ടുണ്ടാകേണ്ട കാര്യങ്ങൾ. അന്നം, ഘൃതം, ദധി, ദുഗ്ധം. ഇത് ഉണ്ടായിരിക്കണം ഭഗവത് നിവേദ്യത്തിൽ. അതായിരിക്കണം ഭഗവാന്റെ പ്രധാന നിവേദ്യം എന്ന് ശ്രീല പ്രഭുപാദർ ഇവിടെ പറയുന്നുണ്ട്. അതിനുശേഷം കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുകയാണ്, വ്രജവാസി ലോക്കേര കൃഷ്ണ
സഹജപ്രീതി ഗോപാലേർ സഹജപ്രീതി വ്രജവാസി പ്രതി. അതായത് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി പറയുന്നു, വൃന്ദാവനമാണ് ഭക്തിയുത സേവനം അനുഷ്ഠിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം. എന്തുകൊണ്ടെന്നാൽ വ്രജവാസി ലോകേര കൃഷ്ണേ സഹജപ്രീതി, വ്രജവാസികൾക്ക് കൃഷ്ണനോട് സഹജമായ പ്രീതി ഉണ്ടത്രേ. കൃഷ്ണനോട് വളരെ സഹജമായ പ്രേമഭക്തി വൃന്ദാവനത്തിലെ വ്രജവാസികൾക്കുണ്ട്. ഗോപാലേര സഹജപ്രീതി വ്രജവാസി പ്രതി. ഭഗവാൻ ഗോപാലനും വ്രജവാസികളോട് സഹജമായ സ്വാഭാവികമായ പ്രീതി സ്നേഹം അദ്ദേഹത്തിനുണ്ടത്രേ. അപ്പോൾ ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്, ഇത് യഥാമാം പ്രപദ്യന്തേ താം സദൈവ ഭജാമ്യഹം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ്. ഈ വ്രജവാസികളെല്ലാം പൂർണ്ണമായും കൃഷ്ണനെ ആശ്രയിച്ചു കൊണ്ടിരുന്നതിനാൽ കൃഷ്ണൻ പൂർണ്ണമായും അവരോട് അതുപോലെ തന്നെ പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, എപ്പോഴൊരിക്കൽ തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം ഏനമാമുപയാന്തിത്തെ. എപ്പോഴൊരിക്കൽ പ്രീതിപൂർവകമായിട്ടുള്ള ഭജന നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുവോ, സതതയുക്താനാം എല്ലായ്പ്പോഴും പ്രീതിയോടുകൂടിയുള്ള സേവനം ഭജന നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ഇതെല്ലാം മനസ്സിലാക്കാനുള്ള ബുദ്ധി ഭഗവാൻ തന്നെ നമുക്ക് നൽകുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നത്, ഇവരാണ് ഏറ്റവും ഉത്തമരായവർ, ഇവിടമാണ് ഭക്തിയുത സേവനം പരിശീലിക്കുവാൻ ഏറ്റവും ഉത്തമമായ സ്ഥാനം. അങ്ങനെ ഗോപാല ദേഖിയ സബാര ഖണ്ഡേ ദുഃഖശോക. അപ്പോൾ ഈ ഗോപാല ഭഗവാനെ കാണുവാനായിട്ട് ചുറ്റുപറ്റുമുള്ള ഗ്രാമങ്ങളിൽ നിന്നുമെല്ലാമുള്ള ജനങ്ങളെല്ലാവരും വരുന്നു. അവർക്കെല്ലാവർക്കും ഭഗവത് ദർശനം മാത്രം തന്നെ അവരുടെ ദുഃഖങ്ങളെല്ലാം അകന്നു പോകുന്നതായിട്ട് അവരനുഭവിക്കുന്നു. അതിനുശേഷം മഥുരയിൽ നിന്നുള്ള ധനാഢ്യരായിട്ടുള്ള വ്യക്തികൾ വന്നിട്ട് അവർ ധാരാളം സ്വർണം, വെള്ളി എന്നിവയിൽ ഭഗവാന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നൽകുന്നു. ഭഗവാന് വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ, ആടകളെല്ലാം കൊണ്ടുവരുന്നു. അങ്ങനെ ഗോപാല ഭഗവാന്റെ ഭണ്ഡാരം എന്ന് പറയുന്നത് ഓരോ ദിവസം ചെല്ലുന്തോറും കൂടിക്കൂടി വന്നുകൊണ്ടിരുന്നു. ഒരു വളരെ ധനികനായ ക്ഷത്രിയൻ അവിടെ ഒരു ക്ഷേത്രം പണി കഴിപ്പിച്ചു. മറ്റൊരാൾ ഭഗവാന് നിവേദ്യത്തിന് വേണ്ടുന്ന തയ്യാറാക്കാൻ വേണ്ടുന്ന പാത്രങ്ങളെല്ലാം കൊണ്ടുവന്നെത്തിക്കുന്നു. മറ്റാരോ ക്ഷേത്രത്തിന് മതിൽ പണിയുന്നു. അങ്ങനെ എല്ലാ വ്രജഭൂമിയിലുള്ള എല്ലാ കുടുംബത്തിൽ നിന്നും ഓരോ പശുക്കളെ ഈ ഗോപാലന് ദാനം ചെയ്തു അത്രേ. അങ്ങനെ ആയിരക്കണക്കിന് പശുക്കൾ ഈ ഗോപാല വിഗ്രഹത്തിന് ദാനമായി ലഭിച്ചു. അപ്പോൾ പ്രഭുപാദർ പറയുന്നുണ്ട്, ഇതാണ് ഒരു ആത്മീയ സമൂഹം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. എല്ലാവരും ചേർന്ന് ഒരു ക്ഷേത്രം നടത്തുകയാണ്. അതിലെല്ലാവരും ഭാഗഭാക്കാകുന്നു. അവരെല്ലാവരും സേവനമനുഷ്ഠിക്കുന്നു. ഒന്നിലെ വസ്തുക്കൾ നൽകി സേവനമനുഷ്ഠിക്കുന്നു, നേരിട്ട് ശരീരം കൊണ്ട് സേവനമനുഷ്ഠിക്കുന്നു. അതിനുശേഷം അവിടെ ബംഗാളിൽ നിന്നും സന്യാസാശ്രമം പോലെ സ്വീകരിച്ച 2 ബ്രാഹ്മണർ അവിടെ എത്തി. മാധവേന്ദ്രപുരി അവർക്ക് ദീക്ഷ നൽകി അവരോട് പറഞ്ഞു, നിങ്ങളായിരിക്കണം ഇനി നിത്യപൂജ ചെയ്യുന്ന പൂജാരിമാർ എന്ന് പറയുന്നു. അങ്ങനെ ഇതെല്ലാം ചെയ്തു വന്നപ്പോഴേക്കും 2 വർഷം കഴിഞ്ഞു. മാധവേന്ദ്രപുരി അവിടെയാണ്. അപ്പോൾ വീണ്ടും ഒരു ദിവസം ഗോപാല വിഗ്രഹം മാധവേന്ദ്രപുരിക്ക് സ്വപ്നത്തിൽ ദർശനം നൽകുകയാണ്. എന്നിട്ട് പറയുന്നു, മലയപർവ്വതത്തിലെ ചന്ദനം കൊണ്ടുവന്ന് എനിക്ക് ലേപനം ചെയ്യണം, കാരണം എൻ്റെ ശരീരത്തിൻ്റെ താപം ഇതുവരെ കുറഞ്ഞിട്ടില്ല എന്ന് പറയും. വീണ്ടും പ്രഭു ആജ്ഞ പാലിബാരെ അദ്ദേഹം ബംഗാളിലേക്ക് മടങ്ങുകയാണ് വൃന്ദാവനത്തിൽ നിന്നും. അതായത് അദ്ദേഹത്തിന് ആനന്ദാതിരേകം കൊണ്ടിട്ട് അദ്ദേഹത്തിന് ഒന്നുമേ പറയാൻ പറ്റുന്നില്ല. കാരണം വീണ്ടും ഭഗവാൻ വന്നിരിക്കുന്നു, വീണ്ടും എന്നോടൊരു സേവനം ആവശ്യപ്പെടുകയാണല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ പോകുന്നതിന് മുമ്പ് അദ്ദേഹം ഉറപ്പുവരുത്തി അവിടെയുള്ള വിഗ്രഹസേവയ്ക്ക് വേണ്ടുന്ന എല്ലാ ഏർപ്പാടുകളും പൂർത്തീകരിച്ചിട്ടാണ് മാധവേന്ദ്രപുരി ബംഗാൾ നോക്കി പോകുന്നത്, മലയചന്ദനം കൊണ്ടുവരുവാനായിട്ട്. പോകുന്ന വഴിക്ക് അദ്ദേഹം അദ്വൈതാചാര്യൻ്റെ ഗൃഹത്തിൽ ശാന്തിപൂരിലെത്തി. അവിടെ അദ്വൈതാചാര്യൻ യാചിച്ചതനുസരിച്ച് മാധവേന്ദ്രപുരി അദ്വൈതാചാര്യന് ദീക്ഷ കൊടുത്തു. അതിനുശേഷം മാധവേന്ദ്രപുരി ദക്ഷിണ ഭാരതത്തിലേക്ക് പ്രയാണം ചെയ്തു എന്ന് പറയുന്നു. അപ്പോൾ ഈ പോകുന്ന വഴിക്കാണ് അദ്ദേഹം രേമുനയിൽ എത്തുന്നതും അവിടെയുള്ള ഗോപിനാഥ വിഗ്രഹത്തെ ദർശിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം അവിടെ ഇരുന്ന് ഭഗവത് നാമം ജപിക്കുന്നു. കുറച്ചു നേരം അദ്ദേഹം ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിൽ നൃത്തം വച്ചു. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു
ബ്രാഹ്മണ പൂജാരിയോട് ഇദ്ദേഹം ചോദിക്കുകയാണ് ഗോപിനാഥ വിഗ്രഹത്തിൻ്റെ നിത്യനിവേദ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന്. അപ്പോൾ ആ ബ്രാഹ്മണൻ പറഞ്ഞു, ഗോപിനാഥന് എന്നും രാത്രിയിൽ അമൃതകേളി എന്ന് പറയുന്ന ഒരു പാൽപ്പായസ നിവേദ്യമുണ്ട്. അത് അമൃത തുല്യമാണ്. ഇതിനെ ഗോപിനാഥ ക്ഷീരം എന്നാണ് വിളിക്കുന്നത്. ഇത് ഈ അമൃതകേളി ദുഗ്ധം എന്ന് പറയുന്നത്, ക്ഷീരം എന്ന് പറയുന്നത് വേറെ ലോകത്ത് ഒരു ക്ഷേത്രത്തിലുമില്ല. അപ്പോൾ അത്രയ്ക്ക് വിശേഷപ്പെട്ടതാണ്. അപ്പോൾ മാധവേന്ദ്രപുരി മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു, ഞാൻ ചോദിക്കാതെ തന്നെ എനിക്ക് ഈ ക്ഷീരം ഒരല്പം കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ രുചി എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാൽ എനിക്ക് പോയിട്ട് എൻ്റെ ഭഗവാൻ ഗോപാലന് ഞാൻ ഇതുപോലെ തന്നെ പായസം നിവേദിക്കാമല്ലോ എന്ന് അദ്ദേഹം ചിന്തിച്ചു. പക്ഷേ ചിന്തിച്ച ഉടനെ തന്നെ അദ്ദേഹത്തിന് വലിയ രീതിയിൽ അദ്ദേഹത്തിന് എന്താ പറയുക, മനസ്സിൽ വിഷമം തോന്നി. ഞാൻ അങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ലായിരുന്നു. അതായത് ഭഗവാന് നിവേദിക്കാൻ കൊണ്ടുപോയിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്ന ഒരു വസ്തുവിനെ ഞാൻ ആഗ്രഹിച്ചു പോയല്ലോ, അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ വലിയൊരു തെറ്റായിപ്പോയി എന്ന് അദ്ദേഹം വിചാരിക്കുകയും അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് പോയി. അദ്ദേഹം പോയിട്ട് അവിടെ പുറത്തുള്ള ഒരു തെരുവോരത്തിൽ അദ്ദേഹം ഇരുന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാധവേന്ദ്രപുരിയെക്കുറിച്ച് പറയുന്നുണ്ട്, പരമഹംസനായതുകൊണ്ട് അയാചിത വൃത്തിയാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. ആ യാചിത വൃത്തി എന്ന് പറയുമ്പോൾ പൊതുവേ സന്യാസത്തിൻ്റെ പല തലങ്ങളുണ്ടല്ലോ. അപ്പോൾ സന്യാസത്തിൻ്റെ ആദ്യ ഘട്ടങ്ങളിലെല്ലാം ഈ സന്യാസിമാർക്ക് ഭിക്ഷ യാചിക്കാം. ഈ കുട്ടിച്ചക്ക സന്യാസം എന്ന് പറയുന്ന ഏറ്റവും പ്രിലിമിനറി ലെവൽ സന്യാസത്തിൽ ഒരുവന് വീട്ടിൽ തന്നെ കഴിയാം. മനസ്സിലായില്ലേ? അതാണ് കുട്ടിച്ചക്ക സന്യാസം. അപ്പോൾ ആ സന്യാസത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഇദ്ദേഹത്തിന് പാകം ചെയ്തു കൊടുക്കാൻ ഒരാളുണ്ടാകാം. അത് വളരെ എന്താ പറയുക, കുറഞ്ഞ അളവിൽ പാകം ചെയ്ത് കഴിക്കണം. പിന്നെ ബഹുദക്ക ആ തലത്തിലേക്ക് വരുമ്പോൾ നിത്യവും ഭിക്ഷ യാചിക്കാം. ഭിക്ഷയ്ക്ക് പോകാം, കിട്ടുന്നത് കൊണ്ടുവരാം, അത് വച്ച് കഴിക്കാം. ഏറ്റവും ഉയർന്ന തലമായ പരമഹംസ എന്ന് പറയുമ്പോൾ അതിനെ അയാചിത വൃത്തി, പ്രഭുപാദർ പറയുന്നു അജാഗ്രവൃത്തി എന്ന് സൂചിപ്പിക്കുന്നതിൻ്റെ മറ്റൊരു തലമാണ് അയാചിത വൃത്തി എന്ന് വെച്ചാൽ ഒരാളോടും ഒന്നുമേ യാചിക്കില്ല. മാധവേന്ദ്രപുരി ഭിക്ഷ പോലും യാചിക്കില്ല. ഒന്നും കിട്ടിയില്ലെങ്കിൽ ഉപവസിക്കും. ഇതൊക്കെയാണ് പരമഹംസ സന്യാസം എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാധവേന്ദ്രപുരി അതുകൊണ്ട് അദ്ദേഹം അയാചിത വൃത്തി പരിശീലിച്ചു കൊണ്ടിരുന്ന ഒരു പരമഹംസനായതുകൊണ്ട് അദ്ദേഹം ആരോടും ഒന്നുമേ ചോദിക്കാൻ നിന്നില്ല. അദ്ദേഹം അവിടെ പോയി വഴിയരികിൽ ഇരിപ്പായി. എന്നിട്ട് ഇങ്ങനെ വിചാരിച്ചു. അങ്ങനെ ഇരുന്ന് രാത്രി ആ സമയത്ത് മാധവേന്ദ്രപുരി ഇരുന്ന് തൻ്റെ ജപമാല വച്ച് ജപിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്, പരമഹംസൻ്റെ തലത്തിലെത്തിയാലും ഒരുവന് അവൻ്റെ ഭഗവത് നാമ ജപം ഉപേക്ഷിച്ചുകൂടാ എന്ന് മാധവേന്ദ്രപുരി തൻ്റെ സ്വന്തം ഉദാഹരണത്തിലൂടെ നമ്മളെ എല്ലാവരെയും പഠിപ്പിക്കുകയാണ് എന്ന് ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്. അങ്ങനെ മാധവേന്ദ്രപുരി അവിടെ ഇരിക്കുകയാണ്. ഇരുന്നു. അപ്പോൾ ആ പൂജാരി അദ്ദേഹത്തിൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പോയി അദ്ദേഹത്തിൻ്റെ വാസസ്ഥലത്ത് പോയിട്ട് അദ്ദേഹം കിടക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ ഗോപിനാഥ ഭഗവാൻ വരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ ഗോപിനാഥ ഭഗവാൻ വന്നിട്ട് പറയുകയാണ്. ഗോപിനാഥ ഭഗവാൻ വന്നിട്ട് ഇദ്ദേഹത്തോട് പറയുന്നു, എൻ്റെ പരമഭക്തനായ മാധവേന്ദ്രപുരി അവിടെ വന്നിരിപ്പുണ്ട്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നിങ്ങളിന്ന് വൈകുന്നേരം നിവേദിച്ച ക്ഷീരത്തിലെ ഒരു ഭാഗം ഞാൻ മോഷ്ടിച്ച് വച്ചിട്ടുണ്ട്. അത് എൻ്റെ വിഗ്രഹരൂപം ഇരിക്കുന്നതിന് പുറകിൽ അവിടെയാണ് ഞാനത് വച്ചിരിക്കുന്നത്. നിങ്ങളതെടുത്തിട്ട് മാധവേന്ദ്രപുരിക്ക് കൊണ്ടു കൊടുക്കണം എന്ന് ആ പൂജാരിയോട് ഭഗവാൻ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ എപ്രകാരമാണ് ഭഗവാൻ തൻ്റെ ഭക്തന് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യും എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ
ആ പൂജാരി ഉടനെ തന്നെ പോകുന്നു, ക്ഷേത്രം തുറക്കുന്നു. അവിടെ നോക്കുമ്പോൾ ഇരിക്കുന്നു എന്താണ്? ഒരു പാത്രം നിറയെ ആ പായസം, അമൃതകേളി, ക്ഷീരം അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം വന്നിട്ട് പുറത്ത് വന്ന് തെരുവിൽ നിന്നുകൊണ്ട് വിളിക്കുകയാണ്, മാധവേന്ദ്രപുരി എന്ന് പേരായ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ വന്ന് ഈ അമൃതകേളി ക്ഷീരം സ്വീകരിച്ചാലും. തൊമാലാഗി ഗോപിനാഥ ക്ഷീരകൈല ചോരി. അദ്ദേഹം പറയുകയാണ്, അങ്ങേക്ക് വേണ്ടിയിട്ട് ഗോപിനാഥ ഭഗവാൻ ഈ ക്ഷീരം മോഷ്ടിച്ചു വച്ചിരിക്കുന്നു എന്ന് പറയുന്നു. എന്നിട്ട് പറയുകയാണ്, അങ്ങ് 3 ലോകങ്ങളിലും ഏറ്റവും കൂടുതൽ പുണ്യം ചെയ്തിട്ടുള്ള ആത്മാവാണ്, ഏറ്റവും ഭാഗ്യവാൻ അങ്ങാണ് എന്ന് പറയുന്നു. അപ്പോൾ എങ്ങനെയെല്ലാം ഭഗവാൻ തൻ്റെ ഭക്തന് വേണ്ടിയിട്ട് ഇവിടെ ക്ഷീരചോരൻ എന്ന പേര് പോലും ഭഗവാൻ സ്വീകരിച്ചു. ആർക്ക് വേണ്ടിയിട്ട്? മാധവേന്ദ്രപുരിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ മാധവേന്ദ്രപുരി ആനന്ദാതിരേകം കൊണ്ട് തുള്ളിച്ചാടുന്നു. അദ്ദേഹം അത് വാങ്ങി അതിനുശേഷം അത് അദ്ദേഹം ഭക്ഷിക്കുകയാണ്. അപ്പോൾ ഇത് നൽകിക്കൊണ്ട് ആ പൂജാരി മാധവേന്ദ്രപുരിയെ നമസ്കരിക്കുകയാണ്. കാരണം പൂജാരി ഒരിക്കലും നേരിട്ട് ഭഗവാനെ കണ്ടിട്ടേയില്ല. പക്ഷേ മാധവേന്ദ്രപുരിക്ക് വേണ്ടിയിട്ട് പൂജാരിക്ക് ഭഗവാൻ സ്വപ്ന ദർശനം കൊടുത്തു. കണ്ടില്ലേ? അപ്പോൾ എന്തൊക്കെയാണ് ഭക്തന്മാരെ കൊണ്ട് മറ്റുള്ളവർക്കെല്ലാമുള്ള ഗുണം എന്നും കൂടെ നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കുകയാണ്. എന്തുകൊണ്ടാണ്? കാരണം മാധവേന്ദ്രപുരി ഉണ്ടായിരുന്നത് കൊണ്ടാണല്ലോ ഈ പൂജാരിക്ക് ഭഗവാനെ സ്വപ്നത്തിലെങ്കിലും ദർശിക്കാൻ കിട്ടിയത്. അല്ലെങ്കിൽ പൂജാരിക്ക് കിട്ടുമോ? ഇല്ല. അപ്പോൾ അങ്ങനെ മാധവേന്ദ്രപുരി അത് സ്വീകരിച്ചു. അതിനുശേഷം അത് മുഴുവൻ ഭക്ഷിച്ചിട്ട് അദ്ദേഹം ആ മൺകലമാകുന്നതിനെ പൊട്ടിച്ച് കഷ്ണങ്ങളായിട്ട് തൻ്റെ ഭാണ്ഡത്തിൽ കെട്ടിവെച്ചു. എന്നിട്ട് അദ്ദേഹം ആ യാത്രാ സമയത്ത് മുഴുവൻ ദിവസവും അതിൽ നിന്നും ഒരു കഷ്ണമെടുത്ത് ഭക്ഷിക്കുമായിരുന്നു അത്രേ. ഇതൊക്കെയാണ് ഭക്തി അതിൻ്റെ പാരതമ്യ അവസ്ഥയിലെത്തുമ്പോൾ സംഭവിക്കുന്നതെന്ന് നമ്മൾ പഠിക്കുകയാണ്. എന്നിട്ട് മാധവേന്ദ്രപുരി ഉടൻ തന്നെ അവിടം വിട്ട് പോവുകയാണ്. കാരണം അദ്ദേഹം വിചാരിച്ചു അത്രേ, ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ ആളുകൾ ഈ വിവരം നാളെ എല്ലാവരും അറിയും. അതായത് മാധവേന്ദ്രപുരിയിൽ നിന്നൊരാൾ വന്നു, അയാൾക്ക് വേണ്ടിയിട്ട് ഭഗവാൻ ക്ഷീരം മോഷ്ടിച്ചു എന്നെല്ലാം അറിയുമ്പോൾ ഞാനങ്ങ് പ്രസിദ്ധനായി പോവും. അതുകൊണ്ട് വേണ്ട, ഞാൻ ഇവിടുന്ന് പോയേക്കാം എന്ന്. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? നാളെ രാവിലെ എല്ലാം അവിടെ തന്നെ ഒരു ആശ്രമം സെറ്റപ്പ് ചെയ്ത് അവിടെ തന്നെ കൂടും. കാരണം എനിക്ക് വേണ്ടിയാണല്ലോ, ഇദ്ദേഹത്തിന് വേണ്ടി ക്ഷീരചോര ഗോപിനാഥനായിരുന്ന ഭഗവാൻ ക്ഷീരചോര ഗോപിനാഥനായി അല്ലേ? പിന്നെ നമ്മളവിടെ ഭണ്ഡാരം വെച്ച് കളക്ട് ചെയ്ത് ആജീവനാന്ത കാലം ഇൻവെസ്റ്റ് ചെയ്ത് അവിടെ തന്നെ ജീവിക്കും. മാധവേന്ദ്രപുരി അന്ന് രാത്രി തന്നെ അവിടം വിട്ടുപോയി. അതായത് ഇതെങ്ങാനും വിവരമറിഞ്ഞ് എന്നെ കണ്ട് നമസ്കരിക്കാൻ എങ്ങാനും ആളുകൾ വന്നാലോ എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടം വിട്ടുപോയത്രേ. അതാണ് ഞാൻ പറഞ്ഞത്, പലതും കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ എന്ന് തോന്നിപ്പോകും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ കാണുന്നത് ഇതുപോലെ ഒന്നുമേ നമ്മൾ കാണാത്തത് കൊണ്ടിട്ടും അല്ലേ. അങ്ങനെ അദ്ദേഹം ജഗന്നാഥപുരിയിലെത്തി, ജഗന്നാഥനെ ദർശിച്ചു. അതായത് യമുനയിൽ നിന്നും ഓടിപ്പോയത് പ്രതിഷ്ഠാര ഭയേ പുരി ഗേല പാലന കൃഷ്ണപ്രേമേ പ്രതിഷ്ഠാ ചലേ സംഗേ ഗദാന. അതായത് അദ്ദേഹം തനിക്ക് എന്തെങ്കിലും പ്രശസ്തി ഉണ്ടാകുമെന്ന് ഭയന്നുകൊണ്ട് യമുനയിൽ നിന്നും ഓടി. അതിനുശേഷം ജഗന്നാഥപുരിയിൽ എത്തിയപ്പോഴത്തേക്കും ആളുകളെല്ലാം അറിഞ്ഞു കഴിഞ്ഞായിരുന്നു ഇദ്ദേഹത്തിന് വേണ്ടി ഗോപിനാഥൻ ക്ഷീരചോര ഗോപിനാഥനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ജഗന്നാഥപുരിയിലും അദ്ദേഹം ഭഗവാനെ ദർശിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പോവുകയാണ്. പക്ഷേ അവിടെ പുരിയിലുള്ള ഭക്തന്മാരോട് അദ്ദേഹം പറഞ്ഞു, ഗോപാല ഭഗവാൻ എന്നോട് ചന്ദനം ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പോൾ അവർ അവിടെ തന്നെ ചന്ദനത്തിനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തു. ഒരു ബ്രാഹ്മണനെയും കൂടെ ഒരു സേവകനെയും ഇത് കൊണ്ടുപോകാൻ വേണ്ടി ഏർപ്പാടാക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ വൃന്ദാവനത്തിലേക്ക് ഈ ചന്ദനവും കൊണ്ട് വരാനായിട്ട് മാധവേന്ദ്രപുരി തിരിച്ച് മടങ്ങി വരികയാണ്. അപ്പോൾ മടങ്ങി വരുമ്പോഴും യമുനയിലെത്തി. അവിടെ ഗോപിനാഥനെ നമസ്കരിക്കുന്നു. അപ്പോൾ അവിടുത്തെ പൂജാരി ഇദ്ദേഹത്തെ കണ്ട ഉടൻ തന്നെ ആദ്യം തന്നെ ഗോപിനാഥൻ്റെ ക്ഷീരമാണ് മാധവേന്ദ്രപുരിക്ക് പ്രസാദമായിട്ട് എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ മാധവേന്ദ്രപുരി അത് വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു. അപ്പോൾ യമുനയിൽ അന്ന് രാത്രി മാധവേന്ദ്രപുരി വീണ്ടും തൻ്റെ ഗോവർദ്ധനത്തിലുള്ള ഗോപാലമൂർത്തിയെ വീണ്ടും സ്വപ്നത്തിൽ കാണുകയാണ്. അപ്പോൾ ഗോപാലമൂർത്തി പറയുകയാണ്,
അതായത് ഞാനൊരു വാക്ക് പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം അങ്ങ് ഇത്രയും ബുദ്ധിമുട്ടി ഇതിന് വേണ്ടിയിട്ട് പോവുകയും അങ്ങിത് കൊണ്ടുവരികയും ചെയ്തു. അതുകൊണ്ട് ഒരു കാര്യം ചെയ്താൽ മതി, ഈ ചന്ദനം അങ്ങ് ഗോപിനാഥ്ജിയുടെ പൂജാരിമാരെ ഏൽപ്പിക്കുക. എന്നിട്ട് അത് ഗോപിനാഥന് ദിവസവും ലേപനം ചെയ്താൽ മതി. അവിടെ അങ്ങ് ആ ഗോപിനാഥന് അങ്ങ് ചന്ദനം ചാർത്തുകയാണെങ്കിൽ ഇവിടെ അത് ചാർത്തിയതായിട്ട് ഞാൻ സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ മാധവേന്ദ്രപുരി ജഗന്നാഥപുരിയിലേക്ക് മടങ്ങി അവിടെ ചാതുർമാസ്യം അദ്ദേഹം കഴിച്ചു കൂട്ടുകയാണ്. ഇപ്രകാരം ചൈതന്യ മഹാപ്രഭു മാധവേന്ദ്രപുരിയുടെ ഗുണഗണങ്ങളെല്ലാം തൻ്റെ കൂടെയുള്ള ഭക്തഗണേ സുനാന പ്രഭു കരേ ആസ്വാദിത പുരി സമഭാഗ്യവാൻ ജഗത്തെ നഹി ആരാ. ചൈതന്യ മഹാപ്രഭു പറയുന്നു, മാധവേന്ദ്രപുരിയെപ്പോലെ ഭാഗ്യവാനായിട്ടുള്ളവർ ഈ ജഗത്തിൽ ആരുമേ ഇല്ല. എങ്ങനെയാണ്? മാധവേന്ദ്രപുരിയുടെ ഭാഗ്യത്തെക്കുറിച്ച് നമ്മൾ എണ്ണമിട്ട് നിരത്താൻ പറ്റും. ഒന്ന്, ഭഗവാൻ സ്വയം പ്രത്യക്ഷപ്പെട്ടു, ഒരു കുടം പാല് കൊടുത്തു കുടിക്കാനായിട്ട്. 3 തവണ സ്വപ്നത്തിൽ ദർശനം നൽകി ഓരോരോ നിർദ്ദേശങ്ങൾ കൊടുത്തു, അല്ലേ? അത്രമാത്രം മാധവേന്ദ്രപുരിയുടെ പ്രേമഭക്തി ഉണ്ടായിരുന്നതുകൊണ്ട് ഗോപാലൻ തൻ്റെ വിഗ്രഹരൂപത്തിൽ മാധവേന്ദ്രപുരിക്കാണ് മുന്നിലാണ് പ്രത്യക്ഷപ്പെട്ടത്. 4, രമുനയിലെ ഗോപിനാഥ ഭഗവാൻ മാധവേന്ദ്രപുരിക്ക് വേണ്ടിയിട്ട് പായസക്കള്ളനായി മാറി, അല്ലേ? 5, മാധവേന്ദ്രപുരിക്ക് ഗോപിനാഥൻ്റെ ശരീരത്തിൽ ചന്ദനലേപം പുരട്ടുവാനുള്ള ഭാഗ്യം ഉണ്ടായി. അപ്പോൾ ഇത്രയും ഭാഗ്യം, അതുകൊണ്ടാണ് മഹാപ്രഭു പറഞ്ഞത്, മഹാപ്രഭു പറയുകയാണ് പുരിസമ ഭാഗ്യവാൻ ജഗത്തെ നഹി ആര, അല്ലേ? മഹാദയാമയ പ്രഭു ഭക്തവത്സല ചന്ദനപരി ഭക്തശ്രമ കരില സഫല. അതായത് ഗോപിനാഥ ഭഗവാൻ മാധവേന്ദ്രപുരിയോട് പറഞ്ഞു, ഞാൻ അങ്ങേ വളരെയധികം ബുദ്ധിമുട്ടിച്ചിരിക്കുന്നു. എന്താണ്? ഈ ചന്ദനമെല്ലാം ചുവന്നുകൊണ്ട് അങ്ങനെ ഗോവർദ്ധന പർവ്വതം വരെ വരണമല്ലോ, വേണ്ട, അതുകൊണ്ട് ഇവിടെ തന്നെ കൊടുത്താൽ മതി എന്ന്. അങ്ങനെ ആ ഭാഗ്യം വെച്ചതായി നമ്മൾ കാണുന്നത്. മാത്രമല്ല മാധവേന്ദ്രപുരിയുടെ പ്രേമത്തെക്കുറിച്ചിട്ട് അലൗകിക പ്രേമം, പുരീരപ്രേമ പ്രകാശതകരഹ വിചാര അലൗകിക പ്രേമേ ചിത്തലാകെ ചമത്കാര. അതായത് മാധവേന്ദ്രപുരിയുടെ കൃഷ്ണപ്രേമത്തെക്കുറിച്ചിട്ട് നമുക്ക് എന്താ പറയുക, ആശ്ചര്യത്തോടുകൂടി മാത്രമേ കേൾക്കുവാൻ പറ്റുകയുള്ളൂ, അല്ലേ? അതായത് പരമവിരക്തനായിരുന്നു മാധവേന്ദ്രപുരി, മൗനിയായിരുന്നു. ഞാൻ പറഞ്ഞു ഭിക്ഷ പോലും യാചിക്കുകയില്ല, അല്ലേ? മാത്രമല്ല സർവത്ര ഉദാസീന. മാധവേന്ദ്രപുരിയുടെ മറ്റൊരു ഗുണത്തെക്കുറിച്ച് പറയണം, അതായത് ഭൗതികമായിട്ടുള്ള ഒന്നിലും എല്ലാത്തിലും പൂർണ്ണമായ ഉദാസീനതയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നത്. അതുപോലെ തന്നെ ഗ്രാമ്യവാർത്ത ഭയേ ദ്വിതീയ സംഘഹീന, അതായത് തന്നെക്കുറിച്ചുള്ള വാർത്തകൾ പടരും എന്നുള്ളതിനാൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ആജ്ഞാമൃത എന്ന് വെച്ചാൽ ഭഗവാന്റെ ആജ്ഞയെ അമൃതമായിട്ട് സ്വീകരിച്ചു കൊണ്ടിരുന്ന ഭക്തനാണ് മാധവേന്ദ്രപുരി. കാരണം ചന്ദനം കൊണ്ടുവരണം എന്ന് പറഞ്ഞു ഇറങ്ങി പുറപ്പെട്ടു, ഇല്ലേ? അപ്പോൾ ഈ പോകുന്ന യാത്ര നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എവിടെയും ഭിക്ഷ യാചിക്കില്ല, ആരെങ്കിലും അറിഞ്ഞെന്തെങ്കിലും കൊടുത്താൽ മാത്രം സ്വീകരിക്കുന്ന അത്തരത്തിലുള്ള പരമഹംസനാണ്. അപ്പോൾ എന്നിട്ടും ഭഗവാന് ചന്ദനം കൊണ്ടുവരാനാണല്ലോ ഞാൻ പോകുന്നത് എന്ന് മാത്രമേ മാധവേന്ദ്രപുരി ചിന്തിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടായാലും മാധവേന്ദ്രപുരിക്ക് ആ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായി അനുഭവപ്പെട്ടതേയില്ല. ഇതാണ് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുന്നു, ഭഗവാൻ ശ്രീകൃഷ്ണനോട് പ്രേമം തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് ആ ജീവാത്മാവിന് ഈ ഭൗതിക ലോകത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും അനുഭവപ്പെടുകയേയില്ല. പ്രഗാധ പ്രേമേര ഈ സ്വഭാവ ആചാർ നിജ ദുഃഖ വിഘ്നാതിര ന കരേ വിചാര. അതായത് തൻ്റെ ദുഃഖത്തെക്കുറിച്ചിട്ടോ ആ നമ്മൾ ചെയ്യാൻ പോകുന്ന ഉദ്യമത്തിലെ വിഘാതങ്ങളെക്കുറിച്ചിട്ടോ ഒന്നും തന്നെ ചിന്തിക്കുകയേയില്ല. ബഹുപരിശ്രമേ ചന്ദന രമുന അനില ആനന്ദ പാടില്ല മനെ ദുഃഖ നാഗനില. അപ്പോൾ
മാധവേന്ദ്രപുരി വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ ചന്ദനം ചുമന്നുകൊണ്ട് രേമുന വരെ എത്തിയത്. ഒരു വിഷമവും അദ്ദേഹം പ്രകടിപ്പിച്ചില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഗോപാലമൂർത്തി യഥാർത്ഥത്തിൽ മാധവേന്ദ്രപുരിയുടെ പ്രേമഭക്തിയെ വെറുതെ ഒന്നുകൂടെ പരീക്ഷിച്ച് നോക്കിയതാണത്രേ. മാധവേന്ദ്രപുരിക്ക് എന്നോട് എത്ര പ്രേമഭക്തി ഉണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ചന്ദനം കൊണ്ടുവരാനായിട്ട് പറഞ്ഞയക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കണം, സർവസംഗപരിത്യാഗിയായ പരമഹംസനായ മാധവേന്ദ്രപുരി, മരത്തിനടിയിലിരിക്കുന്ന മാധവേന്ദ്രപുരിയെ ഏർപ്പാടാക്കി 2 കൊല്ലം കൊണ്ടൊരു ക്ഷേത്രം പണി കഴിപ്പിക്കുക. ഇനിയെല്ലാം ഒന്ന് പണി കഴിപ്പിച്ചൊന്ന് വിശ്രമിക്കാം. അദ്ദേഹം വിശ്രമിക്കാമെന്ന് വിചാരിച്ചില്ല. ഇനി അങ്ങനെ ഒരു വിചാരം വരുന്നതിന് മുൻപേ ഗോപാല ഭഗവാൻ അദ്ദേഹത്തോട് പറയണം, എനിക്ക് പോയി ചന്ദനം കൊണ്ടുവരൂ. മനസ്സിലാകുന്നില്ലേ? അപ്പോൾ ഇത് ചൈതന്യ മഹാപ്രഭു പറയുന്നത്, എയ് ഭക്തി ഭക്തപ്രിയ കൃഷ്ണ വ്യവഹാർ ഭുജൈത്തോമ അസബാര നഹി അധികാർ. ഇത് സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവുകയേയില്ല. എന്ത്? മാധവേന്ദ്രപുരിയെ പോലെയുള്ള ഒരു മഹാഭക്തൻ്റെ ഭക്തി, പ്രേമഭക്തി എത്രമാത്രമാണ് എന്നുള്ളത് ആർക്കും മനസ്സിലാവുകയില്ല. ഐ ദീന ദയാർദ്രനാഥ ഹേ മധുരാനാഥ കഥാവലോക്ഷയെ ഹൃദയം ത്വദ് അലോകകാതരം ദയിതഭ്രാമ്യതി കിം കരോമ്യഹം. മാധവേന്ദ്രപുരി ഈ ഒരു ശ്ലോകം പറഞ്ഞായിരുന്നു അത്രേ. എന്താണ്? ഹേ ഭഗവാനെ, ഏറ്റവും ദയാർദ്രനായ നാഥനായ ഭഗവാനെ, മധുരാനാഥ, മധുരയുടെ നാഥനായ, കഥാവലോക്ഷയെ ഹൃദയം ത്വദ് ആലോകകാതരം. ഇനി ഞാൻ എപ്പോഴാണ് അങ്ങേ കാണുക? ഞാൻ അങ്ങേ കാണാതിരിക്കുന്നത് കൊണ്ട് എൻ്റെ ഹൃദയം വളരെ കമ്പനം കൊള്ളുകയും അസ്ഥിരമാവുകയും ചെയ്തിരിക്കുന്നു. ദയിതഭ്രാമ്യതി കിം കരോമ്യഹം. ഇങ്ങനെ ഭ്രമിച്ചിരിക്കുന്ന ഞാൻ എന്താണ് ചെയ്യുക? അപ്പോൾ മാധവേന്ദ്രപുരി ഈ ഒരു ശ്ലോകമാണ് തൻ്റെ ശരീരം വെടിയുന്ന സമയത്ത് വീണ്ടും വീണ്ടും പറഞ്ഞത്. അത് യഥാർത്ഥത്തിൽ ശ്രീമതി രാധാറാണി പറഞ്ഞ ഒരു ശ്ലോകമാണ് എന്ന് പറയുന്നു. ഈ മാധവേന്ദ്രപുരിയാണ് മധ്വ സമ്പ്രദായത്തിൽ ആദ്യമായിട്ട് പ്രേമഭക്തി എന്ന ആ പ്രമേയം കൊണ്ടുവരുന്നത് തന്നെ മാധവേന്ദ്രപുരിയാണ്. അതുകൊണ്ട് ഈ ശ്ലോകത്തെക്കുറിച്ച് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുകയാണ്, എയ് ദീന ദയാർദ്രനാഥേ മധുരാനാഥ കഥാവലോക്ഷയെ ഹൃദയം ത്വദ്ദലോകകാതരം ദയിതഭ്രാമ്യതി കിം കരോമ്യഹം എന്ന ഈ ശ്ലോകത്തിൻ്റെ പൂർണ്ണമായ അർത്ഥം ഈ പ്രപഞ്ചത്തിൽ 3 പേർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ശ്രീമതി രാധാറാണി, ശ്രീ ചൈതന്യ മഹാപ്രഭു, ശ്രീ മാധവേന്ദ്രപുരി. അപ്പോൾ ഇത്രയും വിശിഷ്ടനായ ഭക്തനാണ് ശ്രീ മാധവേന്ദ്രപുരി. ആ മാധവേന്ദ്രപുരിയെ പ്രകീർത്തിക്കുകയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു ഇവിടെ. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇത്രയും പറഞ്ഞ് ചൈതന്യ മഹാപ്രഭു ഈ ശ്ലോകം പറയുകയും ഉടൻ തന്നെ അദ്ദേഹം മൂർച്ഛിച്ച് വീഴുകയും ചെയ്യുന്നു. അതിനുശേഷം അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കുന്നു, ചിരിക്കുന്നു, കരയുന്നു, വീണ്ടും വീഴുന്നു. അതായത് മുഴുവനായിട്ടും ആ ശ്ലോകം പറയാൻ ചൈതന്യ മഹാപ്രഭുവിന് കഴിഞ്ഞില്ല അത്രേ. എയ് ദീന എന്ന് മാത്രം പറഞ്ഞപ്പോൾ തന്നെ മഹാപ്രഭുവിൻ്റെ കണ്ണുകളിൽ നിന്നും അശ്രുധാരധാരയായി പൊഴിയുകയും അദ്ദേഹത്തിൻ്റെ ശരീരം കമ്പനം കൊള്ളുകയും അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും വിയർപ്പും രോമാഞ്ചവും എന്ന് പറഞ്ഞാൽ പ്രേമത്തിൻ്റെ എല്ലാ അതിരൂഢ ഭാവങ്ങളും മഹാപ്രഭു ഈ ശ്ലോകം പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ പ്രകടിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഭക്തി പരിപക്വമാകുമ്പോൾ സംഭവിക്കുന്നത്. അങ്ങനെ അതിനുശേഷം ആ സമയത്ത് മഹാപ്രഭു ഇത്രയുമെല്ലാം, ഇത് സന്ദർഭം എന്താണ്? മഹാപ്രഭു ക്ഷീരച്ചോര ഗോപിനാഥ ക്ഷേത്രത്തിൽ ഇരുന്നു കൊണ്ട് മാധവേന്ദ്രപുരിയുടെ ചരിത്രം നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്, മഹാപ്രഭു ഈ ചരിത്രം തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഈ സന്ദർഭം. അപ്പോൾ ഇത്രയും കഴിഞ്ഞപ്പോൾ അവിടെ ഭഗവാന്റെ ക്ഷീരനിവേദ്യം കഴിഞ്ഞു. അത് കൊണ്ടുവരികയാണ് പൂജാരി, എല്ലാവർക്കും കൊടുക്കുന്നു. മഹാപ്രഭു സ്വീകരിക്കുന്നു. 5 പേരും ചേർന്ന് ആ പ്രസാദം സ്വീകരിക്കുന്നു. അങ്ങനെ ചൈതന്യ മഹാപ്രഭു, കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുന്നു, ചൈതന്യ മഹാപ്രഭു ഇത് പ്രസാദമായി സ്വീകരിച്ചു എന്ന് നമ്മൾ കാണുന്നു. പക്ഷേ ചൈതന്യ മഹാപ്രഭു ആരാണ്? ഗോപിനാഥന് നിവേദിച്ചപ്പോൾ തന്നെ ചൈതന്യ മഹാപ്രഭു അത് രുചിച്ചു കഴിഞ്ഞു. പക്ഷേ ഭക്തനായി മഹാപ്രഭു
ഭക്തനാണല്ലോ അവതാരം. അതുകൊണ്ട് മഹാപ്രഭു ഭക്തന്മാരോടൊപ്പം അത് സ്വീകരിക്കുന്നു. അതിനുശേഷം ഈ ലീലാകഥനത്തിനെല്ലാം ശേഷം അവർ വീണ്ടും ജഗന്നാഥപുരിയിലേക്കുള്ള തങ്ങളുടെ പ്രസ്ഥാനം തുടരുന്നു. അപ്രകാരമാണ് ഈ അധ്യായം ഇവിടെ ഉപസംഹരിക്കപ്പെടുന്നത്. ശ്രീ പ്രഭുപാദ് കി ജയ്, ചൈതന്യ ചരിതാമൃത കി ജയ്. ഹരേ കൃഷ്ണ.